എതികെട്ടൊരു മെമ്പർ വന്നു വാടാകെ നാറി 5 ആണ്ട് ഭരിച്ചു മുടിച്ചു നാടിൻ ഗതി മാറി. പിന്നീടാ മെമ്പറെ ഇവിടെ കണി കാണാൻ കിട്ടിയില്ല. അമ്മാതിരി പോഴന്മാരെ ഇനി ഇവിടെ പറ്റൂല. അല്ല എന്താ ഇങ്ങനെ ഒഴിഞ്ഞ് രണ്ടാളും പാടെ ഇങ്ങനെ കുത്തിരിക്കണ എന്താ സംഭവം? എന്തൊരു ഫീലിംഗിലാണ് ഓനെന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല. അപ്പൊ എന്ത് സംഭവം? സ്ഥലത്തല്ല വേറെ സ്ഥലത്താ നിക്കണത്. ഓൻ അവിടെ നിന്നോടത്ത് നിന്നിട്ടാണെങ്കിൽ ഏത് വൈക്കോലിട്ടാലും അവിടെ ജയിക്കും. ഇവിടെ കുറച്ച് പണിയെടുക്കണം ഈ വാർഡിൽ. അതറിയാനൊന്നുമില്ല, അതിനൊരു പണിയുണ്ട്. അവിടെ അവിടുത്തെ ആ വാർഡിലത്തെ ആരനേലും പിടിക്കുക. കുടിച്ചിട്ട് ഓരോ വീട്ടിലും കയറി ചെല്ല. വെള്ളം കുടിച്ചോണ്ടോടന്ന് വെള്ളം കുടിച്ചണം, ചോറ് കഴിച്ചോണ്ടോടന്ന് ചോറ് കഴിച്ചണം. ഓരോ പെരടി അടുക്കളയിൽ കയറിയിട്ട് അങ്ങനെ ചെയ്ത് നല്ലോണം പ്രവർത്തിച്ചാൽ തന്നെ അവിടെ വിജയിക്കുള്ളൂ. നല്ലോണം കായറക്കും വേണം. അവിടെ എല്ലായിടത്തും ചെല്ലും വേണം. പൈസ പൈസ കൊടുക്കേണ്ടോടത്ത് പൈസ കൊടുക്കണേ. പൈസ കൊടുക്കണം. പൈസ കൊടുക്കേണ്ടോടത്ത് പൈസ സോപ്പിടണം. അവിടെ വീട്ടിൽ വടക്കേ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് തിന്നുക. ഇങ്ങിട്ട് അവിടെ ഓരോ കുട്ടിയിൽ നിന്ന് എടുത്ത് നാറ്റുക. ഓരോക്കെ നല്ല വർത്തമാനങ്ങൾ പറയാം. ഇതൊക്കെ ചെയ്താൽ ഇത് വിജയിക്കുന്നില്ല കാര്യം ഉറപ്പാണ്. ഇതിപ്പോ എല്ലായിടത്തും വെള്ളം കുടിച്ചണോ? എല്ലായിടത്തും വെള്ളം കുടിച്ച കണക്ക് നല്ല, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് വെള്ളം കുടിച്ചേണ്ടി വരും. അല്ല, നിങ്ങൾക്ക് ഈ വാർഡത്തെ ആൾക്കാരെ കുറിച്ച് അറിയില്ലേ? പറഞ്ഞിട്ടില്ലേ? എനിക്ക് ഇവിടെ അധികം ആൾക്കാരെ അറിയില്ലേ. അതിനും നിങ്ങൾ ബേജാറാണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കി. എവിടെ ഇപ്പൊ കാണില്ലല്ലോ. പിന്നെ നമ്മള് ജയിക്കൂലേ? ജയിക്കായേ പിന്നെന്താ? നമ്മളെ പതിവ് എത്തിക്കണ്ട, അത് പിടിച്ചോ. എന്നാ ശരി, കാണാ. എന്ത് പരിപാടി കാട്ടി? ഓനിക്കൊക്കെ എന്തിനാ പൈസ കൊടുത്ത്? ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഫണ്ട് കുറവാ. നോക്കിയും കണ്ടൊക്കെ കൊടുത്താൽ മതി. അതൊക്കെ പൈസ കൊടുത്താൽ കിട്ടുന്ന വോട്ടാണേ. അതൊക്കെ സ്ഥിരം കൊടുക്കണേ. അതൊക്കെ കിട്ടുന്ന പൈസ കൊടുക്കണത് ഇജ്ജിപ്പോ ഓന്റെ വാർഡിലല്ലോ, ഇജ്ജിപ്പോ അപ്പുറത്തെ വാർഡിലാണ് മത്സരിക്കണത്. ഞാന് വാർഡ് മാറിയ കാര്യം മറന്നൂടാ. എന്നിട്ട് പൈസ കൊടുത്തതേ. പൈസ പോയാലോ? പോയി ചോദിച്ചാ മോശാവോ? ഇജ്ജ് ഒന്നോണ്ട് പേടിക്കണ്ട. ഓക്കെ.